ഭൂതേർമഹദ്ഭ്യർയ ഇമാ പുരോ വിഭോ നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം ഗൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ധന്യരായ ഭക്തർക്കും സാദര നമസ്കാരം. ഈ ഒരു ശ്രേഷ്ഠമായ വേദിയിൽ ഈ കൊല്ലവും വരുവാനും കുറച്ച് സമയം ഭഗവാന്റെ കഥ പറയുവാനും സാധിച്ചത് വളരെ പുണ്യമായിട്ട് കരുതുന്നു. വളരെ വളരെ സന്തോഷം. ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായം മുതൽക്ക് 15-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന സദാചാര നിർണയം എന്ന ഭാഗമാണ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ വിഷയം. ഭഗവാന്റെ നരസിംഹാവതാരം കഴിഞ്ഞ പ്രഭാഷണത്തിൽ കേട്ടു. യുധിഷ്ഠിരനും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദരൂപേണയാണ് സപ്തമസ്കന്ധത്തിൽ നരസിംഹാവതാരം നമ്മൾ കേട്ടത്. ആ യുധിഷ്ഠിര നാരദ സംവാദം തന്നെ തുടരുകയാണ്. സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഊതി എന്നതാണ്. ഊതി എന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള ഊതലല്ല. ഊതൽ നമുക്കറിയാലോ. ഊതയ കർമ്മവാസന, വാസന, കർമ്മവാസനയാണ് ഊതി എന്ന് വെച്ചാൽ. വാസന രണ്ടു വിധത്തിൽ: ശുദ്ധവാസന, അശുദ്ധവാസന, അഥവാ ശുഭവാസന, മലിനവാസന. വാസനാക്ഷയമാണ് മോക്ഷം എന്ന് വെച്ചാൽ. ശുദ്ധവാസനയും അശുദ്ധവാസനയും സമ്പൂർണമായി ക്ഷയിക്കുക. വാസനാക്ഷയത്തിൽ മനോനാശം, അവിടെ തത്വവിജ്ഞാനം അഥവാ മുക്തി. പ്രാഥമികമായി സത്കർമ്മങ്ങൾ ചെയ്ത് സദ്വാസനയെ പരിപോഷിപ്പിച്ച് അഥവാ ശുദ്ധവാസനയെ പോഷിപ്പിച്ച് അശുദ്ധവാസനയെ ഇല്ലായ്മ ചെയ്യാം. ധർമാചരണത്തിലൂടെയും ഭക്തിയോടുകൂടിയുള്ള ഉപാസനയിലൂടെയും ഭഗവത് ഉപാസനയിലൂടെയും സദ്വാസനയും ക്ഷയിച്ച് വാസനാക്ഷയം എന്ന ജീവൻ്റെ പരമമായ ശ്രേയസ്സിലേക്ക് ജീവൻ ഉയരാം. ഇവിടെ ഈ സപ്തമസ്കന്ധത്തിലെ അവസാനത്തെ 5 അധ്യായങ്ങളിൽ ധർമാചരണം എങ്ങനെ വേണം എന്നതാണ് പറയുന്നത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാന്റെ നരസിംഹാവതാര കഥ കേട്ട യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ്. ഭഗവൻ ശ്രോതുമിച്ഛാമി നൃണാം ധർമ്മം സനാതനം വർണ്ണാശ്രമ ആചാരയുധം യത് പുമാൻ വിന്ദതേ പരം. ഒരു പുരുഷന്, ജീവന് പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുന്നതിന് ആ ജീവൻ അനുഷ്ഠിക്കേണ്ടുന്ന
വർണ്ണാശ്രമ ആചാരയുതമായ ധർമ്മത്തെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആ സനാതന ധർമ്മത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. അങ്ങ് ബ്രഹ്മാവിൻ്റെ പുത്രനാണ്, ഭഗവാന്റെ പരമഭക്തനാണ്. അതുകൊണ്ട് എന്നിൽ കനിവുണ്ടായി എനിക്കായി ധർമ്മം ഉപദേശിച്ചു തന്നാലും. അങ്ങയെപ്പോലെ സംസാരബദ്ധരായ ജീവന്മാരോട് കരുണയുള്ളയാൾ വേറല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ധർമ്മം ഉപദേശിക്കാൻ ആവശ്യപ്പെടുന്നത്. നോക്കൂ, ആ ചോദിക്കുന്നയാളുടെ ചോദ്യത്തിലുള്ള വിനയം, എളിമ. നമ്മളൊക്കെ പലപ്പോഴും മഹാത്മാക്കളോട് ചോദിക്കുന്നത് ഇങ്ങനെയല്ല. പറഞ്ഞു തരേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണെന്നുള്ള ഭാവത്തിലാണ്. ഇവിടെ അങ്ങനെയല്ല. ഇനി കുറച്ചും കൂടിയും കയറി ആ ഭാഗവത ധർമ്മം ഉപദേശിച്ചു തരാൻ നവയോഗികളോട് നിമി ആവശ്യപ്പെടുമ്പോൾ എനിക്ക് കേൾക്കുവാൻ അർഹതയുണ്ടെങ്കിൽ ഭാഗവത ധർമ്മം എനിക്ക് ഉപദേശിച്ചു തന്നാലും എന്നാണ്. ശരി. അപ്പോൾ യുധിഷ്ഠിരൻ ഇങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് നാരദ മഹർഷി മറുപടി പറഞ്ഞു തുടങ്ങുന്നു. നത്വാ ഭഗവദേജായ ലോകാനാം ധർമ്മഹേതവേ വക്ഷ്യേ സനാതനം ധർമ്മം നാരായണമുഖാശ്രുതം. ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥനായ നാരായണ മഹർഷിയിൽ നിന്നും ഞാൻ കേട്ട് ധരിച്ച സനാതന ധർമ്മത്തെക്കുറിച്ച് അങ്ങക്ക് പറഞ്ഞു തരാം. അപ്പോൾ ചോദിക്കുന്നയാളുടെ ചോദ്യത്തിലുള്ള വിനയത്തെ നമ്മൾ നേരത്തെ കണ്ടു. പറഞ്ഞു കൊടുക്കുന്നയാളോ വളരെയധികം വിനയത്തോടുകൂടി ആ അനാദിയായ ഗുരുപരമ്പരയെ മാനിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് എൻ്റെതായി ഒന്നുമില്ല, ആ അനാദിയായ ഗുരുപരമ്പരയിൽ നിന്നും എനിക്ക് ലഭിച്ചത് എൻ്റെ കർത്തവ്യമാണ്, അത് സത്പാത്രത്തിലേക്ക് വിതരണം ചെയ്യുക എന്നുള്ളത്. ആ കർത്തവ്യം ചെയ്യുന്നു എന്ന് മാത്രം. ആ വിനയത്തോടു കൂടിയാണ് നാരദ മഹർഷി സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് ധർമ്മം എന്താണ്, ആചാരം എന്താണ് എന്നുള്ളത് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. സനാതനധർമ്മം നിലകൊള്ളുന്നത് മുഖ്യമായും 2 കൈവഴികളിലായിട്ടാണ്, അല്ലെങ്കിൽ കൈവഴികളിലൂടെയാണ്. അതിൽ 1 ആചാരം, 2 ഈ ആചാരത്തിന് അടിസ്ഥാനമായ ഈ ആചാരം എങ്ങനെ വേണം എന്ന് പറയുന്ന ശാസ്ത്രം. അവിടെ തന്നെ കാണാം ആചാര പരമോധർമ്മ. ആചാരമാണ് പരമമായ ധർമ്മം എന്ന് വേദവ്യാസ മഹർഷി പറയുന്നത് മഹാഭാരതത്തിൽ. ഇനി കുറച്ചും കൂടി മുന്നിലേക്ക് വന്ന് ആചാര പ്രഭവോധർമ്മ എന്ന് പറയുന്നുണ്ട്. ആചാരത്തിൽ നിന്നുമാണ് ധർമ്മം ഉണ്ടാകുന്നത്. ഇനി ആചാരം എന്ത് എന്ന് പറയുന്നതോ അത് ശാസ്ത്രമാണ്, വേദമാണ്. വേദോഖിലോ ധർമ്മമൂലം എന്ന് സ്മൃതിയിൽ കാണാം. അപ്പോൾ എന്താകുന്നു ധർമ്മം? ആചാര്യസ്വാമികൾ ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ ധർമ്മം എന്താണ് എന്ന് നിർവചിച്ചിട്ടുണ്ട്. ഉപോദ്ഘാത ഭാഷ്യത്തിൽ കാണാം. എന്താണ്? ജഗതഃ സ്ഥിതികാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസഹേതു യഹ സധർമ്മഃ. ജഗതസ്ഥിതികാരണം, ഈ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണം യാതൊന്നോ അത് ധർമ്മമാകുന്നു. പ്രാണികളുടെ സാക്ഷാത്തായ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും കാരണമായിട്ടുള്ളത് യാതൊന്നോ അത് ധർമ്മമാകുന്നു. അതിന് വെച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണം
ധർമ്മമാകുന്നു. ഈ ജഗത്ത് നിലനിൽക്കുന്നത് ധർമ്മത്തിന് മുകളിലാണ്. ഈ ജഗത്ത് നിലനിൽക്കാൻ നമ്മൾ തീർത്തും ആചരിക്കേണ്ടതെന്തോ അത് ധർമ്മമാകുന്നു. ധാരണാത് ധർമ്മമിത്യാഹു, ധരിക്കേണ്ടത് ധർമ്മം. ഈ പ്രപഞ്ചത്തെ ധരിച്ച് താങ്ങി നിർത്തുന്നത് ധർമ്മം. ഒരു മുത്തുമാലയിലെ വിവിധ നിറത്തിലും വലുപ്പത്തിലുമുള്ള മുത്തുകളെ നാര് ഒന്നായി ചേർത്ത് കോർത്ത് നിർത്തുന്നത് പോലെ വിവിധങ്ങളായ പ്രാപഞ്ചിക ഘടകങ്ങളെ ചേർത്ത് കോർത്ത് ഒരു പ്രപഞ്ചമാക്കി നിർത്തുന്നതെന്തോ അത് ധർമ്മം. അപ്പം ജഗത്തിനെ നിലനിർത്തുന്നത് ധർമ്മം. നമുക്കറിയാം, നിലനിൽപ്പിനെയാണെങ്കിലും നാശത്തെയാണെങ്കിലും നിർണയിക്കുന്നത് കർമ്മമാണ് എന്ന്. ഞാൻ സുഖകരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ ചെയ്ത കർമ്മം. ഇനി നശിക്കുന്നുവെങ്കിൽ അതിനും കാരണം കർമ്മം. അപ്പം എൻ്റെ നിലനിൽപ്പിനും നാശത്തിനും കാരണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും നാശത്തിനും കാരണം എന്തുതന്നെയാണ്? കർമ്മം തന്നെയാണ്. സമൂഹത്തിലുള്ളവർ എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനെ അപേക്ഷിച്ചിട്ടാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പും നാശവും. ഞാൻ നിലനിൽക്കുന്നത് സമൂഹത്തിലാണ്. എന്നെ നിലനിർത്തുന്നത് ഈ സമൂഹമാണ്. സമൂഹം ദുഃഖിക്കുമ്പോൾ എനിക്ക് മാത്രം സുഖിക്കാൻ ആവില്ല. സമൂഹത്തെ ബാധിക്കുന്ന ദുഃഖം എന്നെയും ബാധിക്കും. സുഖകരമായി നിലനിൽക്കുന്ന സമൂഹത്തിൽ മാത്രമേ എനിക്ക് സുഖകരമായ നിലനിൽപ്പുണ്ടാകുള്ളൂ. കാരണം ഞാൻ സമൂഹത്തിലെ ഒരു ഘടകമാണ്. അതുകൊണ്ട് ഇവിടെ ഓരോ വ്യക്തിയും തന്നെ താൻ നിലനിൽക്കുന്ന സമൂഹത്തെ നിലനിർത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ് എന്ന ബോധ്യത്തോടുകൂടി തൻ്റെ സുഖത്തിനായിക്കൊണ്ട് ആചരിക്കുന്ന ഓരോ കർമ്മത്തിലും സമൂഹത്തിൻ്റെ സുഖത്തെ കണ്ടുകൊണ്ട് ചില മൂല്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഈ മൂല്യങ്ങളുടെ ആകെ തുകയ്ക്ക് നമുക്ക് ധർമ്മം എന്ന് പറയാം. മഹാഭാരതത്തിൽ വേദവ്യാസ മഹർഷി അത് ഭംഗിയായി പറഞ്ഞു വച്ചിട്ടുണ്ട്. ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത് ശ്രൂയതാം ധർമ്മസർവസ്വം ശ്രുത്വേതദവധാര്യതാം. ധർമ്മസർവസ്വം കേട്ടാലും കേട്ട് ധരിച്ച് ആചരിച്ചാലും എന്താണ് ധർമ്മസർവസ്വം? എനിക്ക് പ്രതികൂലമായിട്ടുള്ളത് അന്യർക്ക് നേരെ ഞാൻ ചെയ്യരുത്. അല്ലെങ്കിൽ ഞാൻ അന്യരിൽ നിന്ന് എന്ത് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുവോ അത് ഞാൻ അന്യന് നൽകണം, അല്ലെങ്കിൽ ലോകത്തിന് നൽകണം. ലോകത്തിൽ നിന്ന് എന്ത് ഞാൻ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുവോ അത് ഞാൻ ലോകത്തിന് നൽകണം. എന്താ ലോകത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്? വേദന നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. സുഖമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുക. ഇത് മലയാളത്തിലേക്ക് ഭംഗിയായി ഈ ആശയത്തെ കൊണ്ടുവന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. എൻ്റെ സുഖത്തിനായിക്കൊണ്ട് ആഗ്രഹിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്ക് അവകാശമുണ്ട്. ആരും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ എൻ്റെ സുഖത്തിനായിക്കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കർമ്മം അത് അന്യന് ദുഃഖം നൽകരുത്. അന്യന് ദുഃഖം നൽകുന്നതായാൽ അതെനിക്ക് തന്നെ ദുഃഖം നൽകുന്നതാവും. എന്തുകൊണ്ട്?
അവൻ ഇവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. ആത്യന്തികമായി അവൻ ഇവൻ എന്നതില്ല. ഞാൻ തന്നെ അവൻ, അന്യൻ. ഈ സമൂഹം ഞാൻ തന്നെ. അതുകൊണ്ട് തന്നെ അന്യന് വിപരീതമായി ഞാൻ കർമ്മം ചെയ്യുമ്പോൾ അതെനിക്ക് വിപരീതമായി വരും. അന്യൻ ഞാൻ തന്നെ എന്നറിഞ്ഞുകൊണ്ടുള്ള കർമ്മം. ഈ ലോകം ഞാൻ തന്നെ, സർവത്തിലും നിറഞ്ഞു പ്രകാശിക്കുന്നത്, അകവും പുറവും തിങ്ങി പ്രകാശിക്കുന്നത് സർവേശ്വരനായ ഭഗവാനാണ് എന്ന അറിവിലിരുന്നു കൊണ്ടുള്ള കർമ്മം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുക്രമിയിലുണ്ട്, അതിൻ പരിസ്ഫുരണം എന്ന ബോധത്തോടുകൂടി ഞാൻ ചെയ്യുന്ന കർമ്മം അത് ധർമ്മം. ഇനി ചിന്തിച്ചു നോക്കൂ, ആചാര്യസ്വാമികൾ എന്താ പറഞ്ഞു വെച്ചത്? ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണം ധർമ്മമാണ്. ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ധർമ്മത്തിന് മുകളിലല്ലേ ലോകം നിലനിൽക്കുന്നത്? മൂല്യങ്ങൾക്ക് മുകളിലല്ലേ ലോകം നിലനിൽക്കുന്നത്? സത്യം, ദയ തുടങ്ങിയ ശ്രേഷ്ഠങ്ങളായ മൂല്യങ്ങൾ ഒക്കെ ഇല്ലാതെയായി എന്ന് കരുതുക. ഇവിടെ എല്ലാവരും എനിക്ക് മാത്രം സുഖം എന്നുള്ള ചിന്തയോടുകൂടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് കരുതുക. ലോകം നിലനിൽക്കുക? ഇല്ല, നശിക്കും. അപ്പം ലോകത്തെ നിലനിർത്തുന്നതെന്തോ ജഗതസ്ഥിതി കാരണം ധർമ്മം. പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസഹേതു. പ്രാണികളുടെ സാക്ഷാത്തായ അഭ്യുദയത്തിനും നിശ്രയസത്തിനും കാരണം. അഭ്യുദയം ഇവിടെയുള്ള ഉയർച്ച, ഇവിടെ ശാന്തിയോടുകൂടി സുഖത്തോടുകൂടിയുള്ള ജീവിതം. നിശ്രേയസം ജീവൻ്റെ പരമമായ ലക്ഷ്യം, സത്യസാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം. ഇത് രണ്ടിനുമായി ജീവൻ ആചരിക്കേണ്ടതെന്തോ അത് ധർമ്മം. ഇവിടെ ശാന്തിയും സന്തോഷവും സുഖവും ഉണ്ടാവണമെങ്കിൽ ധാർമ്മികമായിട്ട് ജീവിക്കണം, വേണ്ടേ? തെറ്റുകൾ ചെയ്തുകൊണ്ടുള്ള ജീവിതം സംഘർഷഭരിതമായിരിക്കും. മനസാക്ഷിക്ക് മുന്നിൽ കുറ്റക്കാരനായിട്ടൊരാൾക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. കോടതികളുടെയൊക്കെ കണ്ണ് വെട്ടിച്ചാലും ലോകത്തിൻ്റെ മുന്നിൽ നല്ലവനായി നിന്നാലും മനസാക്ഷിക്ക് മുന്നിൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്ക് ശാന്തി ഉണ്ടാവില്ല. അപ്പോൾ ധർമാചരണമാണ് മനഃശാന്തിയെ നിർണയിക്കുന്നത്. കോടീശ്വരനായതുകൊണ്ട് സുഖം ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല. മനസ്സ് ശാന്തമായിട്ടുള്ളവനാണ്, സ്വസ്ഥമായിട്ടുള്ളവനാണ് ഇവിടെ സുഖം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ധർമാചരണം ഇവിടെ ശാന്തിയെ, സ്വസ്ഥതയെ നൽകുന്നു. പരമമായ സത്യസാക്ഷാത്കാരത്തിനുള്ള മാർഗം വിചാരമാണ്. വിചാരം മാത്രമാണ് മോക്ഷത്തിനായുള്ള മാർഗം. മറ്റ് സാധനകളൊക്കെ വിധിച്ചിട്ടുള്ളത് വിചാരം നിരന്തരവും തീവ്രവുമായി നടക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടാക്കി തരുന്നതിനാണ്. അതിനുള്ള യോഗ്യത എന്നത് ശുദ്ധമായ അന്ധക്കരണമാണ്. കലുഷത നിറഞ്ഞ രാഗദ്വേഷങ്ങളുള്ള അന്ധക്കരണം കൊണ്ട് തീവ്രവും നിരന്തരവുമായ ആത്മവിചാരം അഥവാ ഈശ്വരവിചാരം സാധിക്കില്ല. അപ്പം ആദ്യം എന്തു വേണം? ശാന്തമുപാസീത എന്ന് പറയും ഉപനിഷത്ത്. ശാന്തമായി പരമമായ സത്യസ്വരൂപനെ ഉപാസന ചെയ്യണം. മനസ്സ് ശാന്തമാകണം. മനസ്സ് ശാന്തമാകാൻ ധർമാചരണം കൂടിയേ തീരൂ. അപ്പോൾ സത്യസാക്ഷാത്കാരത്തിനുള്ള പ്രാഥമികമായി ജീവൻ നേടിയെടുക്കേണ്ടുന്ന അന്ധക്കരണശുദ്ധി ധർമാചരണത്തിലൂടെയാണ് സാധിക്കുക എന്നർത്ഥം. അപ്പോൾ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും കാരണമെന്തോ ആയത് ധർമ്മം. ഇപ്പോൾ ധർമ്മം എന്താണ് എന്ന് നമ്മൾ സാമാന്യേന ചിന്തിച്ചു. ഈ ധർമ്മം നിലനിൽക്കുന്നത് ആചാരത്തിലാണ്. അതാണ് ആദ്യം പറഞ്ഞത്. ആചാരമാണ് പരമമായ ധർമ്മം.
ആചാരപ്രഭവമാണ് ധർമ്മം എന്ന്. ഈ ധർമ്മം എന്ന ആശയം നമ്മളുടെ കർത്തവ്യങ്ങളിലേക്ക് വന്നാൽ ആയത് സദാചാരങ്ങളായി. അവിടെ ധർമ്മം കർമ്മതലത്തിലേക്ക് വരുമ്പോഴാണ് പലതായി വിഭജിക്കപ്പെടുന്നത്. അവിടെയാണ് വർണ്ണധർമ്മം, ആശ്രമധർമ്മം, പിന്നെ അനേകങ്ങളായി പറയാം. സ്ത്രീധർമ്മം, പുരുഷധർമ്മം, ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം. ഇവിടെ ഈ ഭാഗത്ത് വർണ്ണാശ്രമധർമ്മങ്ങളെ സാമാന്യമായിട്ട് പറയുന്നു. അവിടെ തന്നെ ആശ്രമധർമ്മങ്ങളെ കൂടുതൽ വിസ്തരിക്കുന്നു. അവിടെ തന്നെ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെയാണ് കൂടുതൽ വിസ്തരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാൽ ഉപദേശിക്കുന്നത് ഗൃഹസ്ഥനായിട്ടാണ്. വർണ്ണാശ്രമധർമ്മങ്ങൾ ഭാഗവതത്തിൽ 2 ഇടത്ത് ഉപദേശിക്കപ്പെടുന്നുണ്ട്. ഇവിടെയും ഏകാദശസ്കന്ധത്തിലും. ഏകാദശസ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവനായിട്ട് ഉപദേശിക്കുന്നു. ഇവിടെ നാരദ മഹർഷി യുധിഷ്ഠിരനായിട്ട് ഉപദേശിക്കുന്നു. അവിടെ ഉദ്ധവന് സന്യാസധർമ്മമാണ് പ്രധാനമായി ഉപദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ തലത്തിലാണ് അവിടെ ഉപദേശം. ആദ്യമേ ഉപദേശിച്ചത് പരമമായ സന്യാസമാണ്. സർവവും പരിത്യജിച്ച് എന്നിൽ മനസ്സുറപ്പിച്ച് സഞ്ചരിക്കൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ യുധിഷ്ഠിരൻ ഗൃഹസ്ഥനാണ്. അതുകൊണ്ടാണ് ഗൃഹസ്ഥധർമ്മം കൂടുതൽ വിസ്തരിക്കുന്നത്. ശരി, അപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളെ സാമാന്യമായി പറയുന്നു. ആദ്യം തന്നെ ഈ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ ആപേക്ഷിക ധർമ്മങ്ങളാണ്. സാമാന്യധർമ്മങ്ങളെ ഒന്നിനെയും അപേക്ഷിച്ചിട്ടല്ലാതെ ഏവരും എവിടെയും എപ്പോഴും അനുഷ്ഠിക്കേണ്ടുന്ന സാമാന്യധർമ്മങ്ങളെ ആദ്യം 30 സാമാന്യധർമ്മങ്ങളെ പറയുന്നു. പിന്നീടാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ ഉപദേശിക്കുന്നത്. അപ്പം നമുക്ക് ആ സാമാന്യധർമ്മങ്ങളെ ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളിലേക്ക് വരാം. അത് ഏകാദശസ്കന്ധത്തിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടെ ചുരുക്കി പറയുന്നതിന് ജാമ്യം എടുക്കാൻ ആ ഒരു കാരണം കൂടിയുണ്ട്. ഏകാദശസ്കന്ധത്തിൽ പറയുമല്ലോ. സാമാന്യധർമ്മങ്ങളിലേക്ക് വരാം. 30 സാമാന്യധർമ്മങ്ങളെ ഈ സന്ദർഭത്തിൽ യുധിഷ്ഠിരനായി നാരദ മഹർഷി ഉപദേശിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതായി പറയുന്നത് സത്യമാണ്. സത്യം എല്ലാറ്റിനും അടിസ്ഥാനമാണ്. സത്യമായതനം. സത്യം എന്നതിനെ നമുക്ക് 2 തലത്തിൽ വിചാരം ചെയ്യാം. ഒന്ന് പരമമായ സത്യം, സത്യനിഷ്ഠ വേണം എന്ന് പറയുന്നതിനെ 2 തലത്തിൽ. ആത്യന്തിക തലത്തിൽ പരമമായ സത്യം ഭഗവാൻ. ആ സത്യത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കണം. സർവവും ഭഗവാനാണ് എന്നറിഞ്ഞ് ആ അറിവിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അതാണ് പരമമായ സത്യനിഷ്ഠ. സത്യമേവ ജയതേ എന്ന് ഉപനിഷത്ത് പറയുന്നത് ആ അർത്ഥതലത്തിലാണ്. സത്യസ്വരൂപനായ ഭഗവാനാണ് ഇവിടെ വിജയിച്ചരുളുന്നത് എന്നർത്ഥത്തിലാണ്. ഇനി ഉപനിഷത്തിൽ തന്നെ സത്യം വദ എന്ന് ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നുണ്ട്. തൈത്തിരീയോപനിഷത്തിൽ കാണാം. സത്യം പറയൂ. ആ സത്യം പറയൂ എന്ന് പറഞ്ഞ ഭാഗത്തെ ഒന്ന് വിശദീകരിക്കും ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ. അവിടെ ആചാര്യസ്വാമികൾ വിശദീകരിച്ച് എന്താ പറയുക? പ്രമാണാനുഗതമായിട്ടുള്ളത്, വക്തവ്യമായിട്ടുള്ളത് പറയൂ എന്നാണ്. പ്രമാണാനുസൃതമായി ശരി എന്നത്, സത്യമായിട്ടുള്ളത് പറയാം. ആ സത്യം തന്നെ പറയേണ്ടതാണെങ്കിൽ പറയാം. അത് വളരെ പ്രധാനമാണ്. എല്ലാ സത്യവും പറയാൻ നമ്മളെ അവർ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. സന്ദർഭം നോക്കാതെ, സാഹചര്യം നോക്കാതെ സത്യം പറയാൻ തുടങ്ങിയാൽ അതുകൊണ്ട് ലോകത്തിൽ ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ സത്യം പറയുമ്പോൾ
ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ പറയേണ്ടുന്ന സത്യമാണോ, ഇവിടെ പറയേണ്ടുന്ന സത്യമാണോ, ഇയാളോട് പറയേണ്ടുന്ന സത്യമാണോ, ഈ സത്യം പറയുന്നത് കൊണ്ട് എനിക്കോ കേൾക്കുന്ന ഇദ്ദേഹത്തിനോ ലോകത്തിനോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുറപ്പിച്ചിട്ട് വേണം സത്യം പറയാൻ. പ്രസിദ്ധമായ ശ്ലോകമില്ലേ, സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ നാ ബ്രൂയാത് സത്യമപ്രിയം. സത്യം പറയണം. എങ്ങനെയുള്ള സത്യം പറയണം? പ്രിയം ആയിട്ടുള്ള സത്യം പറയണം. കേൾക്കുന്നയാൾക്ക് പ്രിയകരമായ സത്യം പറയണം. അപ്രിയമായ സത്യം പറയരുത്. ഈ അപ്രിയമായ സത്യം പറയരുതെന്ന് പറയുമ്പോൾ എന്താ? ദയാനന്ദ സരസ്വതിയും സത്യാർത്ഥ പ്രകാശത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അന്ധനായ ഒരാളെ ഹേ കണ്ണുപൊട്ടാ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത് അത് അപ്രിയമായ സത്യം പറയല. അത് പറയുന്നത് കൊണ്ട് ഈ കേൾക്കുന്നയാൾക്ക് സങ്കടം ഉണ്ടാകും എന്നല്ലാതെ വേറെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അയാളുടെ പേര് വിളിച്ചാൽ മതി. കണ്ണുപൊട്ടാന്ന് വിളിക്കേണ്ട, വിളിച്ചാൽ അയാൾക്ക് സങ്കടമാവുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള സത്യം പറയരുത് എന്നാണ്. കേൾക്കുന്നയാൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന അപ്രിയം ആയ സത്യം പറയരുത്. ഇനി അപ്രിയമായ സത്യം പറയരുത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം. ഒരു സത്യം അത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ കേൾക്കുമ്പോൾ അയാൾക്കത് ഇഷ്ടാവില്ല. പക്ഷേ ഞാനത് പറയുന്നത് അയാളുടെ ഹിതത്തെ കരുതിയിട്ടാണ്. അയാൾ നന്നാകണം, അയാൾക്ക് ഉയർച്ചയുണ്ടാകണം എന്നതാണ് എൻ്റെ ഈ സത്യം പറച്ചിലിൻ്റെ ഉദ്ദേശ്യം. അപ്പോൾ കേൾക്കുന്ന ഇദ്ദേഹത്തിന് അപ്രിയമാകും എന്ന് കരുതി ഞാൻ പറയാതിരിക്കുകയാണോ വേണ്ടത്? അതല്ല, ഇദ്ദേഹത്തിൻ്റെ ഹിതത്തെ കരുതിയാണ് ഞാൻ പറയുന്നത് എന്നതിനാൽ പറയുകയാണോ വേണ്ടത്? അപ്പോൾ അപ്രിയം അല്ല അവിടെ നോക്കേണ്ടത്, ഹിതം ആണ് നോക്കേണ്ടത് എന്നാണ്. സത്യസ്യ വചനം ശ്രേയ സത്യസ്യാഭിഹിതം വചേത്. ഹിതകരമായ സത്യം പറഞ്ഞോളണം എന്നാണ്. ഒരാളുടെ പെരുമാറ്റ വൈകല്യം, നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പെരുമാറ്റ ദോഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം വിചാരിച്ചാൽ അത് പരിഹരിക്കാൻ പറ്റും എങ്കിൽ നമ്മൾ പറയണം, തൻ്റെ പെരുമാറ്റം ഇത് അത്ര ശരിയല്ല കേട്ടോ. കേൾക്കുമ്പോൾ ആർക്കും വിമർശനം പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് അത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അത് നോക്കണ്ട എന്നാണ്. ഹിതകരമായ സത്യം പറയണം. അനുദ്വേഗകരം വാക്യം, അനുദ്വേഗകരമായി സത്യം ഗീതയിൽ ഭഗവാൻ പറയും. അനുദ്വേഗകരമായി സംസാരിക്കണം, നേരിട്ട് സംസാരിക്കുക, വളച്ചു കെട്ടി സംസാരിക്കാതിരിക്കുക. ഇതൊക്കെ സത്യം പറച്ചിലാണ്. അപ്പോൾ അസ്ഥാനസ്ഥമായ അപ്രസക്തമായ അന്യായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സത്യം പറയരുത്, ഹിതകരമായ സത്യം പറയണം. ഗാന്ധിജിയും വിദേശത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ അരികിൽ നിന്നും അനുമതി കിട്ടാൻ വളരെ വിഷമിച്ചിട്ടുണ്ട്. കുറേ വാക്കുകൾ അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് അമ്മ അവസാനം സമ്മതിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഞാൻ വിദേശത്ത് ചെന്നാൽ മാംസം കഴിക്കില്ല എന്നതായിരുന്നു. വിദേശത്ത് ചെന്നപ്പോഴോ അവിടെ എന്നൊക്കെയാണ് വെച്ചാൽ ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളൊക്കെ ധാരാളം ഇവിടെയുണ്ട്. അന്നത്തെ കാലത്ത് വളരെ കുറവ്. ഈ മാംസം ഇല്ലാത്ത ഭക്ഷണം കിട്ടാൻ വലിയ പ്രയാസം. ഈ മാംസം അല്ലെങ്കിൽ മുട്ട അടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്നാണ്, അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തത് മാംസം കഴിക്കില്ല എന്നാണ്, മുട്ട കഴിക്കില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ മുട്ട കഴിച്ചുകൂടെ? ഉടനെ അടുത്ത ചിന്ത വന്നു എന്നാണ്, അമ്മയ്ക്ക് മാംസം കഴിക്കില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തപ്പോൾ അമ്മ ധരിച്ചതിൽ മുട്ടയും ഉൾപ്പെടും, അതുകൊണ്ട് ഞാൻ മുട്ട കഴിക്കില്ല എന്നാണ്. എന്നിട്ട് മുട്ട കഴിച്ചില്ല എന്നാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചു? മനസ്സിൽ സത്യം ഉള്ളതുകൊണ്ട്. എങ്ങനെയും പണിപ്പെട്ട് വാക്ക് സത്യമാക്കി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം. അങ്ങനെയുള്ളവരുണ്ട്. ഒരു 10 രൂപ ഉണ്ടോ കയ്യിൽ? ഒരു ചായ കുടിക്കാനാണ്. ഒരു യാചകൻ ചോദിച്ചു. എൻ്റെ കയ്യിൽ 10 രൂപ ഇല്ല. അയാൾ പോവുകയും ചെയ്തു. കഴിഞ്ഞ ഉടനെ എൻ്റെ കൂട്ടുകാരൻ ചോദിക്കുക, എന്തിനാ താൻ അയാളുടെ കളവ് പറഞ്ഞത്?
തൻ്റെ അടുത്ത് 10 രൂപ ഇല്ലേ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ തൻ്റെ കയ്യിൽ പണം. ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ല. അയാൾ എന്താ ചോദിച്ചത്? കയ്യിൽ 10 രൂപയുണ്ടോ എന്നാ ചോദിച്ചത്. എൻ്റെ കയ്യിൽ എവിടെ 10 രൂപ? പോക്കറ്റിലാ 10 രൂപയെ. ഞാൻ കളവ് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇത് സത്യമാണോ? അല്ല. മനസ്സിൽ സത്യം ലഹലേശല്ല, കളവാ മനസ്സിൽ. പണിപ്പെട്ട് വാക്ക് സത്യമാക്കുക. ഇങ്ങനെ സത്യം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. വാക്കും മനസ്സും പ്രവൃത്തിയും സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ ഒന്നാമത്തതായി സാമാന്യധർമ്മങ്ങളിൽ പറയുന്നത് സത്യം. പിന്നെ ദയ. ലോകത്തോട് ദയയുണ്ടാവണം. ദുഃഖിക്കുന്ന ആൾക്കാരോട്, വിഷമിക്കുന്ന ആൾക്കാരോട് ദയയുണ്ടാവണം. അതെങ്ങനെയുണ്ടാവണം? ദുഃഖിക്കുന്നവരിൽ തന്നെ കണ്ടുകൊണ്ട് ദയയുണ്ടാവണം. അവനെ അന്യനായി കണ്ടുകൊണ്ടല്ല, അവനെ താനായി കണ്ടുകൊണ്ട്. അങ്ങനെ കാണാൻ കഴിയുമ്പോൾ ഒരു ദുഃഖത്തെയും നമുക്ക് സഹിക്കാൻ കഴിയില്ല. അന്യൻ്റെ ദുഃഖമല്ല, അന്യൻ്റെ ദുഃഖം എൻ്റെ ദുഃഖം തന്നെയാണ് എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് ദുഃഖിക്കുന്നവരോട് കാരുണ്യം, ദയയുണ്ടാവണം. അടുത്തത് തപസ്. എല്ലാവരും തപസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ പ്രവൃത്തി ചെയ്യാൻ ആരാ ഉണ്ടാവുക? എല്ലാവരും കൂടി തപസ് ചെയ്യാൻ പോയാൽ. നമ്മൾ തപസ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കാട്ടിൽ പോയിട്ട് കണ്ണടച്ചിങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുക, ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച്. ഇപ്പം എല്ലാവരും തപസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സാമാന്യധർമ്മമായിട്ടാണ് പറഞ്ഞത്. അവിടെ തപസ്സെന്ന് വെച്ചാൽ എങ്ങനെ മനസ്സിലാക്കണം? മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പരമമായ ഏകാഗ്രതയാണ് തപസ്. ഏകത്തിലേക്ക് അഗ്രമാക്കുക ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ അഗ്രമാക്കിയാൽ മതി, ഇന്ദ്രിയങ്ങൾ അഗ്രമായിക്കോളും. ഏതൊരേകത്തിലേക്ക്? സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറഞ്ഞ ആ പരമമായ ഏകത്തിലേക്ക്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നതാരോ, ഈ പ്രപഞ്ചമില്ലാതെയായാലും ഇവിടെ ശേഷിക്കുന്നതാരോ, ആ സത്യസ്വരൂപനായ ഭഗവാനിലേക്ക് മനസ്സ് അഭിമുഖമാക്കുക, കേന്ദ്രീകരിക്കുക. മനസ്സിനെ ഭഗവാനിലേക്ക് അഭിമുഖമാക്കുന്ന ഏത് പ്രവൃത്തിയും എന്താകുന്നു? തപസ്സാകുന്നു. അങ്ങനെ വേണം തപസ് എന്നതിനെ മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തപസ്സാണ്. ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് ഭാഗവത സ്വരൂപനായ ഭഗവാനിലേക്ക് അഭിമുഖമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തപസ് തന്നെ. അപ്പോൾ ഈ ഒരു തപസ് എവിടെ ഇരിക്കുമ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും സർവത്തിൻ്റെയും സത്യം ഭഗവാനാണ് എന്ന അറിവിൽ ഇരിക്കണം എന്നർത്ഥം. അത് തന്നെ പരമമായ തപസ്. അടുത്തത് ശൗചം. ആഭ്യന്തരവും ബാഹ്യവുമായ ശുദ്ധി ഉണ്ടാവണം. ഈ പുറമേ ഉള്ള ശുദ്ധി അതിൽ നമുക്ക് ശ്രദ്ധ ഉണ്ട്. പുറമേ ശുദ്ധമാക്കണം, ഒക്കെ വൃത്തിയാക്കി വയ്ക്കണം. അവിടെ തന്നെ മറ്റുള്ളവർ കാണുന്നതൊക്കെ വൃത്തിയായിട്ട് നിൽക്കണം. കാണാത്തത് ലേശം വൃത്തികേടായാലും കുഴപ്പമൊന്നുമില്ല എന്നാണ്. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൂമുഖം, സിറ്റൗട്ടൊക്കെ വളരെ ഭംഗി, അടുക്ക് ചിട്ട. ഒന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു, കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ ഇവൻ്റെ മുഖം വാടുന്നത് കാണാം. എന്താ വാടിയതെന്നുള്ളത് അങ്ങോട്ട് കയറുമ്പോഴാണ് മനസ്സിലാവുക. അതൊന്നും സാധാരണ ആൾക്കാർ കാണുന്നതല്ലല്ലോ. അത് കാപട്യമാണ്. ഇന്നിപ്പോൾ കാവിമുണ്ട് ഉടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് കാവിയോടുള്ള ബഹുമാനം കൊണ്ടാണോ? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദിച്ച് നോക്കൂ, ഈ ജോലിക്കാരൊക്കെ കാവിമുണ്ട് ഉടുക്കുന്നത് കാണാം. എന്താ കാവിമുണ്ട് ഉടുക്കുന്നതെന്ന് ചോദിച്ച് നോക്കൂ. ഒട്ടന്നെ പറയും ചളിയായാൽ അറിയില്ല എന്ന്. എന്താണ്? ചളിയായാൽ അറിയില്ല. അപ്പം ചളി ആകുന്നതുകൊണ്ട് ഇവന് വിഷമല്ല, മറ്റവൻ അറിയരുത് എന്നേ ഉള്ളൂ. അതല്ല ഈ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചളിയായാൽ അറിയില്ല, ചളി ആയിക്കോട്ടെ, മറ്റവൻ അത് അറിയരുത്. വെള്ള വസ്ത്രം ധരിച്ചാൽ വേഗം ചളിയാവുമെന്നാണ്. വെള്ള വസ്ത്രത്തിന് ചളി അങ്ങനെ ആകർഷിക്കാനുള്ള ശക്തിയൊന്നുമില്ല. പക്ഷെ വെള്ളയ്ക്ക് ചളിയെ സഹിക്കാൻ കഴിയില്ല. ഒരു സ്പോട്ട്, ഒരു ഇത്തിരി ചളിയായാൽ തന്നെ അത് പുറത്തേക്ക് കാണിക്കും. അതുകൊണ്ടാണ് വെള്ള നൈർമല്യത്തിൻ്റെ നിറമായത്. ചളിയെ സഹിക്കില്ല.
അപ്പോൾ ഇത് കാപട്യമാണ്. മറ്റുള്ളവൻ കാണുന്നതൊക്കെ ഭംഗിയാക്കി വയ്ക്കുക, കാണാത്തത് മോശമായാലും കുഴപ്പമില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ബാഹ്യശുദ്ധി തന്നെ കാപട്യമാകുന്നത്? ആന്തരിക ശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. ഉള്ള് ശുദ്ധമാകണം. ഉള്ള് ശുദ്ധമാകാൻ എന്താ വഴി? ഉള്ളിലേക്ക് കൊടുക്കുന്നതെന്തോ അതിനനുസരിച്ചിട്ടാണ് ഉള്ളിൻ്റെ സ്വഭാവം. ഉള്ളിലേക്ക് വന്നു ചേരുന്നത് എവിടെ നിന്ന് നോക്കിയാൽ 5 ഇടങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ 5ഉം ഉള്ളിലേക്ക് നൽകുന്നതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ഉള്ളിൻ്റെ സ്വഭാവം. എന്ത് സദാ കാണുന്നുവോ, എന്ത് കേൾക്കുന്നുവോ, എന്ത് കഴിക്കുന്നുവോ, എന്ത് സ്പർശിക്കുന്നുവോ, ഏത് സാഹചര്യത്തിൽ മനസ്സ് നിൽക്കുന്നുവോ അതിനനുസരിച്ചാണ് മനസ്സിൻ്റെ സ്വഭാവം. അപ്പോൾ മനസ്സിനെ നന്നാക്കാനുള്ള വഴി എന്താണ്? എളുപ്പമാണ്. നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ആൾക്കാരുമായി കൂടിയിരിക്കുക, ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പോയിരിക്കുക. പ്രയത്നം കൂടാതെ മനസ്സ് നന്നായിക്കോളും. എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അങ്ങോട്ട് ഒരു പോരായിയാണ്. മെഡിറ്റേഷൻ വേണം, കോൺസെൻട്രേഷൻ വേണം, അതിനെന്തൊക്കെയോ പ്രത്യേക ധ്യാനം വേണം, പ്രത്യേക ആസനങ്ങൾ വേണം. ഒന്നും വേണ്ട, അതൊന്നും വേണ്ട എന്നല്ലോ പറഞ്ഞത്. അതൊക്കെ വേണം, അതൊക്കെ വേറെ ഇടം. ഇതുപോലുള്ള ഇടങ്ങളിലിരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭക്തന്മാരുമായി കൂടിയിരിക്കുക. നമ്മൾ അറിയാതെ നന്നായിക്കോളും. ഒരു പ്രയത്നം കൂടാതെ നന്നാവും. എൻ്റെ മനസ്സിൽ കാമം ഉണ്ട്, അല്ലെങ്കിൽ ക്രോധം ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, എന്തൊക്കെയോ ജയിക്കേണ്ട സാധനങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, കേടുകൾ എൻ്റെ ഉള്ളിലുണ്ട്. എങ്ങനെയാണ് ഞാനിതിനെയൊക്കെ ഇല്ലാതെയാക്കുക? അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് വിഷമിക്കുകയേ വേണ്ട. നല്ല ആൾക്കാരുമായി കൂടിയിരിക്കുക, നല്ലത് ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, അതൊക്കെ അങ്ങോട്ട് ഇല്ലാതെയായിക്കോളും. മാതാ അമൃതാനന്ദമയി ദേവി നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന അഴുക്ക് വെള്ളത്തിലേക്ക് തെളിഞ്ഞ വെള്ളം ധാരാളമായി ഒഴിച്ചുകൊണ്ടിരുന്നാൽ, കലക്ക് വെള്ളത്തിലേക്ക് തെളിഞ്ഞ വെള്ളം ധാരാളമായിട്ട് ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ കലക്ക് വെള്ളത്തിൻ്റെ കലക്ക് കുറഞ്ഞു വന്ന് കുറച്ച് കഴിഞ്ഞാൽ കലക്കേ കാണാതെയാവും. ഇതേപോലെ മനസ്സിൻ്റെ സ്വഭാവം. കലക്കുള്ള നമ്മുടെ മനസ്സിലേക്ക് നല്ലത് ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സ് പ്രയത്നം കൂടാതെ നന്നാവും എന്നർത്ഥം. നല്ലത് കാണുക, നല്ലത് കേൾക്കുക. ഇന്നാണെങ്കിൽ അതിന് സാഹചര്യം തീർത്തും അനുകൂലമാണ്. പൊതുവെ ഇന്നത്തെ കാലത്തെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാറുണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങളിലൊക്കെ. പണ്ടത്തെ കാലമായിരുന്നു ഏറ്റവും ശ്രേഷ്ഠം, ഇന്നൊക്കെ കാലം മഹാ അപകടമാണ്. എവിടെ നോക്കിയാലും ചീത്തത് കാണുക, ചീത്തതാ കേൾക്കാനുള്ളത്. ആ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് വന്നതോടുകൂടി ഒക്കെ അബദ്ധമായി. എനിക്ക് അഭിപ്രായമില്ല. ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടിയിട്ടും എത്ര ഗുണമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ ഉണർന്ന് എണീക്കുന്നത് മുതൽക്ക് രാത്രി വരെ ഭഗവാന്റെ കഥ കേൾക്കാൻ ഇന്ന് സാധിക്കും. വേണമെന്ന് വിചാരിക്കുകയോ ഉണ്ടോ? ഒരു പ്രയത്നവുമില്ല. ഇപ്പം മള്ളിയൂർ ഇവിടെ നടക്കുന്ന സത്രം കോഴിക്കോട്ടിരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരുണ്ട്. ഇതിൻ്റെ ലൈവ് റെക്കോർഡിംഗ് അവിടെ എത്തുമ്പോൾ അവർ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു, ഇല്ലേ? എത്ര ഒരു വണ്ടിനെ പോലൊരു സാധനം ചെവിയിൽ വെച്ചാൽ മതി, കണ്ടിട്ടില്ലേ? ഫോൺ അടുക്കളയിൽ സ്റ്റാൻഡിൻ്റെ മുകളിൽ വയ്ക്കുക, ദോശ ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുക. അപ്പോഴൊക്കെ ഭഗവാന്റെ കഥ കേൾക്കുകയും ചെയ്യാം, കീർത്തനങ്ങൾ കേൾക്കാം. അപ്പോൾ മുഴുവൻ സമയം ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും സത്സംഗം ചെയ്യാൻ ഇന്ന് സാധിക്കും. അതിന് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലം ഏറ്റവും നല്ല കാലമാണ്. നല്ലതായി ഉപയോഗിക്കണം എന്നേ ഉള്ളൂ ഈ കണ്ടുപിടുത്തങ്ങളെയൊക്കെ. അപ്പോൾ മനസ്സ് നന്നാവാനുള്ള വഴി സത്സംഗമാണ്. നല്ലത് ധാരാളമായി ഉള്ളിലേക്ക് കൊടുക്കുക. നമ്മൾ നന്നാകുവാൻ എന്തു നല്ലൊരു ചൂലു മനസ്സിൽ നല്ലോ എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്. നല്ലൊരു ചൂല് മനസ്സിൽ വയ്ക്കുക, സച്ചിന്തകളാകുന്ന ചൂല്. ചീത്തത് വരുമ്പോഴേക്ക് അതങ്ങ് ഉള്ളിലേക്ക് പ്രവേശനം കൊടുക്കുക വേണ്ട, അടിച്ചു മാറ്റുക. ശരി, അപ്പോൾ ശൗചം. ഇനി തിദിക്ഷ. എന്താ തിദിക്ഷ എന്ന് വെച്ചാൽ? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദിക്ഷാ നിഗദ്യതേ. എല്ലാ അനുഭവങ്ങളെയും, അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ ഭൗതികാനുഭവങ്ങളെയൊക്കെ ചിന്താവിലാപരഹിതനായി
നോക്കിക്കാണുക, സഹിക്കുക. അതാണ് തിദിക്ഷ എന്ന് വെച്ചാൽ. ആയാതം അപേക്ഷണീയം, ഗതം സർവമുപേക്ഷണീയം. വരുന്നതൊക്കെ സ്വീകരിക്കുക, പോകുന്നത് പോയിക്കോട്ടെ എന്ന് വയ്ക്കുക. രണ്ടിലും ഉദാസീനത പുലർത്താൻ ശീലിക്കുക. നമുക്കിഷ്ടമില്ലാത്തതാണെന്ന് കരുതി വരേണ്ടത് വരാതിരിക്കില്ല. എത്ര മതിൽ കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ളതാണെന്ന് കരുതി പോകേണ്ടതൊട്ട് പോകാതിരിക്കാനും പറ്റില്ല. എന്ത് ചെയ്യാം? നമുക്ക് വിചാരം കൊണ്ട് രണ്ടിനാലും ബാധിക്കപ്പെടാതെ മനസ്സിനെ നിർത്താൻ സാധിക്കും. ഇതിനാലൊന്നും ബാധിക്കപ്പെടാത്ത അഖണ്ഡ സച്ചിദാനന്ദ ബോധമാണ് ഞാൻ, ആത്മാവാണ് ഞാൻ എന്ന അറിവിനെ വിചാരം ചെയ്ത അറിവിലിരുന്നിട്ട് ഈ ഭൗതികാനുഭവങ്ങൾക്കൊക്കെ ബാധിക്കാൻ കഴിയുക എൻ്റെ ശരീരത്തെ മാത്രം. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. ആ അറിവിലിരുന്നും കൊണ്ട് ഒന്നിനാലും ബാധിക്കപ്പെടാതെ നിൽക്കാൻ കഴിയും. അതുതന്നെ ഏറ്റവും ഉയർന്ന തലത്തിൽ തിദിക്ഷ എന്നത്. ദ്വന്ദ്വങ്ങളെയൊക്കെ ചിന്താവിലാപരഹിതനായി സഹിക്കുക. സമൂഹത്തിൽ നിന്ന് എത്ര വിപരീത അനുഭവങ്ങൾ വന്നാലും അതിനാൽ ബാധിക്കപ്പെടാതെ നിൽക്കുക. അനുകൂല അനുഭവങ്ങളാലും ബാധിക്കപ്പെടരുത്. ശരി, ആ തിദിക്ഷ. അടുത്തത് ശമം ദമം. ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ നിയന്ത്രിക്കലാണ് ശമദമങ്ങൾ. ശമോമൻ നിഷ്ഠതാബുദ്ധേ ദമ ഇന്ദ്രിയ സംയമ. ബുദ്ധിയുടെ നിഷ്ഠ, ഭഗവാനിലേക്ക് ബുദ്ധി ഉറപ്പിച്ച് നിർത്തുക. അത് ശമം. ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുക, ദമം. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് മുകളിലും മനസ്സിന് മുകളിലൊക്കെ നമുക്ക് നിയന്ത്രണം ഉണ്ടാവണം. ആത്മനിയന്ത്രണമില്ലാത്തവനൊരിക്കലും ജീവിത വിജയം സാധിക്കില്ല. പരമമായ മോക്ഷമൊക്കെ നിൽക്കട്ടെ, ഇവിടെ ഈ ഭൗതികമായി ഉയർച്ചയുണ്ടാവണമെങ്കിൽ ആത്മനിയന്ത്രണം നിർബന്ധമാണ്. ഇന്ന് ഈ ലോകത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പരിശോധിച്ചോളൂ. അവരൊക്കെ മനസ്സിന് മുകളിൽ നിയന്ത്രണമുള്ളവരായിരിക്കും. അല്ലാത്തവന് സ്ഥിരമായി ഒരിക്കലും ഉയർച്ചയിൽ നിൽക്കാൻ കഴിയില്ല. അവൻ വീണുകൊണ്ടിരിക്കും. പിന്നെ ശമം ദമം അഹിംസ. അഹിംസ എന്ന് വെച്ചാൽ ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക, അകാരണമായി ഒന്നിനെയും നശിപ്പിക്കാതിരിക്കുക. വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ആർക്കും വേദന നൽകരുത്. മനസ്സുകൊണ്ട് അവൻ നശിക്കണമെന്ന് ചിന്തിച്ചാൽ തന്നെ ഹിംസ ചെയ്യലായി. അതല്ലേ സുകുമാരകവിയുടെ കഥ പ്രസിദ്ധല്ലേ? ഗുരുവിനെ കൊല്ലണം എന്ന് വിചാരിച്ച് അതിനായിട്ട് തട്ടുംപുറത്ത് ഇരുന്നതാ. അപ്പോഴാ താഴെ ഗുരുഭഗ്നിയോട് പറഞ്ഞത് കേട്ടത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ സുകുമാരനാണ്, അവൻ ഏറ്റവും നന്നാകണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അവനെ കൂടുതൽ ശിക്ഷിക്കുന്നതെന്ന്. വന്ന് മാപ്പ് പറഞ്ഞു. ഗുരുഹത്യയ്ക്കുള്ള ശിക്ഷ എന്താണെന്ന് പറഞ്ഞു തരാനാണ് പറഞ്ഞത്. മനസ്സുകൊണ്ട് ഗുരുവിനെ കൊല്ലണം നിശ്ചയിച്ചു, അത് കൊന്നതിന് തുല്യമായി എന്നാണ്. അപ്പോൾ വേറൊരാൾക്ക് വേദനയുണ്ടാകണം എന്ന ചിന്ത ഉള്ളിലുണ്ടായാലേ നമ്മൾ ഹിംസ ചെയ്തു. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ളൊരനുകമ്പയും സദാ. എന്നെക്കൊണ്ട് ഒരു വേദന ഒരു ഉറുമ്പിന് പോലും ഉണ്ടാകരുത്. ഈ അനുകമ്പ സദാ നമ്മളിലുണ്ടാകണം. അഹിംസ. അഹിംസ പരമോധർമ്മ. പരമമായ ധർമ്മം അഹിംസയാകുന്നു. ഈ അഹിംസ ആണ് പരമമായ ധർമ്മം എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ ഒന്നുകൂടി മനസ്സിലാക്കണം, ധർമ്മത്തെ നിലനിർത്താനായിക്കൊണ്ട് ചെയ്യുന്ന ഹിംസ അത് തെറ്റല്ല, അത് വേണം. നിലനിൽക്കുന്ന ധർമ്മം മാത്രമേ നമ്മെ നിലനിർത്തുള്ളൂ. ധർമ്മോ രക്ഷതി രക്ഷിത. രക്ഷിക്കപ്പെടുന്ന ധർമ്മമേ നമ്മെ രക്ഷിക്കുള്ളൂ. അപ്പം ധർമ്മരക്ഷയ്ക്ക് അധാർമികന്മാരെ ഹിംസിക്കേണ്ടി വരും. അത് ഹിംസയായി കണക്ക് കൂട്ടണ്ട, അത് അധർമ്മം അല്ല എന്നർത്ഥം. അതിർത്തിയിൽ തോക്കും കൊണ്ട് നിൽക്കുന്നവൻ ശത്രുരാജ്യത്തുള്ള ഭടന്മാർ അതിക്രമിച്ച് കയറാൻ നോക്കുമ്പോൾ അഹിംസ പരമോധർമ്മ എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കൂ. ഒരു കരുണയും കൂടാതെ പിഞ്ചുകുട്ടികളെ നിഷ്കരുണം കൊന്നൊടുക്കുന്നവന്മാരോട് അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞ് ജയിലിലിട്ടിട്ട് 4 നേരം മൃഷ്ടാന്ന ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഹിംസ എന്നത് എപ്പോഴും അധർമ്മമാകുന്നില്ല. അകാരണമായി ഹിംസിക്കുന്നത്, അതാണ്
അധർമ്മം എന്നർത്ഥം, അഹിംസ. പിന്നെ ബ്രഹ്മചര്യം, എല്ലാവർക്കും വേണ്ട ധർമ്മങ്ങൾ, എല്ലാവരും ആചരിക്കേണ്ടുന്ന ധർമ്മങ്ങളെയായി പറയുന്നത്. അവിടെ ബ്രഹ്മചര്യത്തെ പറഞ്ഞത് കാണുമ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം? ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ കേവലം കല്യാണം കഴിക്കാതിരിക്കൽ മാത്രമല്ല. അങ്ങനൊരു ധാരണ ഉണ്ട്, കല്യാണം കഴിക്കാതിരിക്കൽ മാത്രമാണ് ബ്രഹ്മചര്യം. അല്ല, ബ്രഹ്മചര്യത്തെപ്പറ്റി പറയുമ്പോൾ സന്ദർഭം, ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന് വെച്ചിട്ട് വേണം അവിടെ ബ്രഹ്മചര്യം കൊണ്ട് എന്താണ് ആചാര്യൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. സംസ്കൃതജ്ഞനായ ഒരാൾ ചോദിച്ചു, ഒരു പണ്ഡിതനോടൊരാൾ ചോദിച്ചു, ബ്രഹ്മചാരി ആരാണെന്ന്. അദ്ദേഹം ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, ബ്രഹ്മത്തിൽ ചാരി നിൽക്കുന്നയാളാണ് ബ്രഹ്മചാരി എന്ന്. സംസ്കൃതജ്ഞനായ ആളോടാണ് ചോദിച്ചതെന്ന് ആദ്യം പറഞ്ഞേ, സംസ്കൃതം അറിയാത്ത ആളല്ല, സംസ്കൃത ഭാഷ അറിയുന്നയാളാണ്. അപ്പം ബ്രഹ്മത്തിൽ ചാരി നിൽക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മചാരി എന്ന് പേര് വന്നത് അല്ല. അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണ്? ബ്രഹ്മത്തിൽ ചാരി നിൽക്കുക, ബ്രഹ്മത്തെ അധിഷ്ഠാനമാക്കി നിൽക്കുന്നവനാരോ അവൻ ബ്രഹ്മചാരി. സർവവും ഭഗവാനാണെന്ന അറിവിൽ നിന്ന് ഈ പ്രപഞ്ചത്താൽ ബാധിക്കപ്പെടാതെ, ശരീരത്താൽ ബാധിക്കപ്പെടാതെ തൻ്റെ ശരീരത്തിലേക്ക് വരുന്ന കർമ്മങ്ങൾ ശരീരത്തെ കൊണ്ട് ചെയ്യുന്നവൻ ബ്രഹ്മചാരി. കല്യാണം കഴിച്ചോ കുട്ടികളുണ്ടായോ എന്നുള്ളതൊന്നും അവിടെ നോക്കണ്ട. പിന്നെ വിവാഹത്തെ സൽസന്താനോൽപാദനത്തിനുള്ള ഒന്ന് മാത്രമായി കണ്ട് അതിനായി മാത്രം ഭാര്യാസംഗം ചെയ്യുന്ന ഭർത്താവ്, അതേപോലെ ഭാര്യ ബ്രഹ്മചാരിയാണ് എന്ന് സ്മൃതികൾ പറയുന്നത് കാണാം. ബ്രഹ്മചര്യം. ത്യാഗം അടുത്തത്. ത്യജിക്കാൻ സദാ സന്നദ്ധനാവണം. എത്രയോ പേരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. വിട്ടുകൊടുക്കാൻ എപ്പോഴും സന്നദ്ധനാവണം. ത്യാഗേനൈകേ അമൃതത്വമാനസോ എന്ന ഉപനിഷത്ത്. പരമമായ ശ്രേയസ് സമ്പൂർണ്ണ ത്യാഗത്തിലൂടെ സാധിക്കുകയുള്ളൂ. അവിടെ ത്യജിക്കപ്പെടേണ്ടത് ഏഷണകളാണ്. അഹം, ഞാൻ, അഹം മമ, ഞാൻ, എൻ്റെ എന്നീ ബുദ്ധികളാണ് ത്യാഗം. അടുത്തത് സ്വാധ്യായം. സ്വാധ്യായം എന്ന് വെച്ചാൽ അധ്യാത്മശാസ്ത്രങ്ങളെ വിചാരം ചെയ്യാം, നിരന്തരം ആത്മവിചാരം ചെയ്യാം. അതുതന്നെ സ്വാധ്യായം. സത്യം വദ ധർമ്മം ചര എന്ന് പറഞ്ഞ ഋഷി സ്വാധ്യായാൻ മാ പ്രമദ, വേണമെങ്കിൽ സ്വാധ്യായം കുരു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, സ്വാധ്യായത്തിൽ ഒരിക്കലും പ്രമാദം സംഭവിക്കരുതേ എന്നാണ്. അത് സ്വാധ്യായത്തിൻ്റെ അനിവാര്യതയാണ് കാണിക്കുന്നത്. സത്യം പറയാനും ധർമ്മം ആചരിക്കാനൊക്കെ കഴിയണമെങ്കിൽ സ്വാധ്യായം വേണം എന്നർത്ഥം. ധർമ്മശാസ്ത്രങ്ങളെ നിരന്തരം വിചാരം ചെയ്യണം. പിന്നെ ആർജവം, നേരവോ എന്നുള്ള സ്വഭാവം ഇന്ന് അധികം ആൾക്കാർക്കും ഇല്ലാത്തത് അല്ലേ. സുതാര്യത അതുണ്ടാവണം എന്നാണ്. ഋജുവിൻ്റെ ഭാവമാണ് ആർജവം. ഋജുരേഖ എന്നൊക്കെ പണ്ട് കണക്കിൽ പഠിച്ചിട്ടില്ലേ നമ്മൾ? നേരെയുള്ള രേഖയ്ക്ക് ഋജുരേഖ എന്ന് പറയാം. നേരവോ എന്നുള്ള സ്വഭാവം അതുണ്ടാവണം. പിന്നെ എന്താണ്? സന്തോഷം. യാദൃശ്ചികമായി കിട്ടുന്നതിൽ സന്തുഷ്ടി അടയുക. അവനെ സമാധാനം ഉണ്ടാവുള്ളൂ. എപ്പോഴും കിട്ടാത്തതിനെപ്പറ്റി ചിന്തിക്കുന്നവന് സ്വസ്ഥത ഉണ്ടാവുമോ ജീവിതത്തിൽ? 100 കോടി രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഗൾഫിൽ ഒരാൾക്ക് 150 കോടി കിട്ടിയെന്ന്. അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവുക. ഇവൻ്റെ ദാരിദ്ര്യം ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ഇവന് സമാധാനം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കിട്ടുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് കണ്ട് അതിൽ തൃപ്തി അടയുവാൻ സാധിക്കണം. പിന്നെ മൗനം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക. അതാണ് പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം. മുനിയുടെ ശീലം മിണ്ടാതിരിക്കലും മാത്രമല്ല. ഈ മിണ്ടാതിരുന്നാൽ ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുക. മിണ്ടണം. മിണ്ടേണ്ടതുപോലെ മിണ്ടണം. മിണ്ടേണ്ടവരോട് മാത്രം മിണ്ടണം. മിണ്ടണം. മനസ്സിലായല്ലോ? പറയേണ്ട ആളോട് പറയേണ്ട പോലെ പറയുക. ഈ വാക്ക് നമുക്ക് എത്ര ശത്രുക്കൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് സ്വയം ആലോചിച്ച് നോക്കൂ. പിന്നീട് തോന്നിയിട്ടില്ലേ നമുക്ക് അങ്ങനെ പറയേണ്ടില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ പറഞ്ഞിരുന്നു വെച്ചാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്? അഭിമാനം കൊണ്ട് ചിലപ്പോൾ നമ്മളത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വാക്കിനെ ഭംഗിയായി പ്രയോഗിക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാൻ അനുഗ്രഹം തന്നെ വേണം. അതാണ് ജിഹ്വാമേ മധുമത്തമ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്.
എൻ്റെ നാവ് തേനൂറുന്നതായി തീരണേ, നാവിൽ നിന്നും വരുന്ന വാക്കുകൾ നല്ല വാക്കുകളാകണേ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണമെന്ന് പണ്ട് സ്കൂളിൽ ചൊല്ലിയിരുന്നില്ലേ? എന്നിട്ട് ത്രാണി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കുറേ ആലോചിച്ചിരുന്നില്ലേ? നല്ല വാക്ക് പറയാൻ സാധിക്കണം. അത് തന്നെ മൗനം എന്ന് വെച്ചാൽ പറയേണ്ടത് മാത്രം പറയുക, വാക്കിനെ നിയന്ത്രിക്കുക. ആത്മവിമർശനം, ആത്മവിചാരം എപ്പോഴും ഞാൻ ആര്, ഈ ശരീര മനോബുദ്ധ്യാദികളല്ല, ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദ ചൈതന്യമാണ് ഞാനെന്നുള്ള ആ ആത്മവിചാരം എപ്പോഴും ഉണ്ടാവണം. പിന്നെ അനാദ്യാദേ സംവിഭാഗ ഭൂതേഭ്യശ്ച യഥാർഹത, സഹജീവികൾക്ക് അനാദികൾ വിഭജിച്ച് നൽകണം. ഗൃഹസ്ഥനാകുമ്പോൾ പഞ്ചയജ്ഞങ്ങൾ, അത് ഇനി ഗൃഹസ്ഥധർമ്മത്തിൽ വിശേഷമായി പറയുന്നുണ്ട്. ആത്മദേവതാബുദ്ധി, നേരത്തെ പറഞ്ഞ പോലെ അവൻ ഇവൻ ഇല്ല, ഇവൻ തന്നെയാണ് അവൻ. സഹജീവികളിൽ തന്നെ കാണണം. പിന്നെ പ്രഹ്ലാദൻ ഉപദേശിച്ച നവധാഭക്തി, ശ്രവണം, കീർത്തനം തുടങ്ങിയ ആ 9 എണ്ണം. ഇങ്ങനെ 30 ധർമ്മങ്ങൾ ഏവരും അനുഷ്ഠിക്കണം. പിന്നെ വർണ്ണാശ്രമധർമ്മങ്ങൾ 4 വർണ്ണങ്ങളാണ്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഈ 4 വർണ്ണങ്ങളും പിന്നെ ജാതികളും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ജാതികൾ 4 എണ്ണയുള്ളൂ. 4 അല്ല, 40 അല്ല, 400 അല്ല. ഇന്ത്യയിലുള്ള ജാതികൾ നോക്കിക്കഴിഞ്ഞാലേ, കേരളത്തിൽ തന്നെ നോക്കൂ, നമ്പൂതിരിയുടെ ഇടയിൽ തന്നെ എത്ര ഉപവിഭാഗം ഉണ്ടെന്ന്. നമ്പൂതിരി, നമ്പൂതിരിപ്പാട്, ഭട്ടതിരി, ഭട്ടതിരിപ്പാട്, കുറേ ഉണ്ട്. തങ്ങൾ എന്ന് പറഞ്ഞ് നമ്പൂതിരി വിഭാഗമൊക്കെ ഉണ്ട്. പൊതുവേ നമ്മൾ തങ്ങൾ, പാണക്കാട് തങ്ങളൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അതല്ല, കണ്ണൂർ ഭാഗത്ത് തങ്ങൾ ഒരു നമ്പൂതിരി വിഭാഗമുണ്ട്. അപ്പം ജാതികൾ ധാരാളമുണ്ട്, വർണ്ണങ്ങൾ 4 ഉള്ളൂ. ഈ വർണ്ണങ്ങളെ പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ എങ്ങനെ ധരിച്ചാൽ മതി? ഈ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട 4 സ്വഭാവങ്ങൾ, പ്രധാനപ്പെട്ട 4 സ്വഭാവങ്ങൾ, അതാണ് 4 വർണ്ണങ്ങൾ. ഈ പ്രപഞ്ചം ത്രിഗുണാത്മകമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളുടെ സമ്മിശ്രമായ അവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തിലും നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ മനസ്സും ത്രിഗുണാത്മകമാണ്. ആ ത്രിഗുണങ്ങളുടെ ഘടന എவ்விധമോ അതിനനുസരിച്ചാണ് സ്വഭാവമുണ്ടാവുക. ഗുണഘടനയാണ് സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. ഈ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ് ഈ വർണ്ണം എന്ന് വെച്ചാൽ, വർണ്ണവ്യവസ്ഥ എന്ന് വെച്ചാൽ. സത്വഗുണം മുന്നിട്ട് നിൽക്കുന്ന ഗുണഘടനയോടൊത്തയാൾ ബ്രാഹ്മണൻ. രജോ ഗുണം മുന്നിട്ട് നിൽക്കുന്ന ഗുണഘടനയോടൊത്തയാൾ ക്ഷത്രിയൻ. രജോ ഗുണവും തമോ ഗുണവും സമ്മിശ്രമായ ഗുണഘടനയോടൊത്തയാൾ വൈശ്യൻ. തമോ ഗുണപ്രധാനി ശൂദ്രൻ. ഇങ്ങനെ വേണം 4 വർണ്ണങ്ങളെ മനസ്സിലാക്കാൻ. അതും ജാതിയും തമ്മിൽ ബന്ധമില്ല. എന്നാൽ ബ്രാഹ്മണ പുരുഷൻ്റെയും ബ്രാഹ്മണ സ്ത്രീയുടെയും മകനിൽ ബ്രാഹ്മണ ഗുണങ്ങളുണ്ടാവാൻ സാധ്യത കൂടുതലാണ് അല്ലേ? അപ്പോൾ പാരമ്പര്യത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാലും ഇനി നമ്മൾ പറഞ്ഞാലും ആധുനിക ശാസ്ത്രം അംഗീകരിച്ച് തരില്ല. അങ്ങനെയാണെങ്കിൽ ജെനറ്റിക്സ് തെറ്റാന്ന് വരും അല്ലേ? എൻ്റെ മുത്തശ്ശൻ്റെ അച്ഛൻ്റെയൊക്കെ ജീനുകളാണ് എന്നിലേക്ക് വരിക. സ്വാഭാവികമായിട്ട് അവരുടെ സ്വഭാവം എന്നിലേക്ക് വരും. 1. 2, ഇന്ന് ഈ വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്, മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്, ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യം, ആ സാഹചര്യം അടിസ്ഥാന സ്വഭാവ രൂപീകരണത്തിൽ വളരെ പ്രധാനമാണെന്നാണ്. അപ്പോൾ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് ബ്രാഹ്മണ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരാളിൽ ബ്രാഹ്മണ ഗുണങ്ങൾ ഉണ്ടാവാൻ എളുപ്പമാണ് എന്ന് കരുതി ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ബ്രാഹ്മണനാകണം എന്നുമില്ല. അങ്ങനെ മനസ്സിലാക്കണം. ഇന്ന് ഈ ആവേശം കൊണ്ട് പാരമ്പര്യത്തെ തീർത്തും തള്ളിപ്പറയുമ്പോൾ നമ്മൾ ആധുനിക ശാസ്ത്രത്തെ കൂടെ തള്ളിപ്പറയലാണെന്നും കൂടി മനസ്സിലാക്കണം.
പാരമ്പര്യത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ഗുണമുണ്ട് ജീവിച്ച് വളരുന്ന സാഹചര്യത്തിനൊക്കെ. എന്നാൽ കേവലം ജാതിയല്ല വർണ്ണം. ഉപനിഷത്തിലെ പ്രസിദ്ധമായ കഥയില്ലേ, സത്യകാമൻ്റെ കഥ. ഒരു മഹർഷിയുടെ അരികെ ചെന്നു, എന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനെ മാത്രമേ ശിഷ്യനായി സ്വീകരിക്കുള്ളൂ എന്ന്. നീ അമ്മയോട് പോയി ചോദിച്ചു വാന്ന് പറഞ്ഞു, നീ ആരാണെന്ന്. അമ്മയായ ജാബാലയുടെ അരികെ ചെന്ന് സത്യകാമൻ ചോദിച്ചു, ഞാൻ ആരാന്ന്. അമ്മ പറഞ്ഞു, ഞാനൊരു ശൂദ്ര സ്ത്രീയാണ്, നിൻ്റെ അച്ഛൻ ആരാന്ന് എനിക്ക് അറിയില്ല, എനിക്ക് വീട്ടുജോലിയാണ്, ഏതോ ആളിൽ നിന്നുണ്ടായ മകനാണ് നീ. ഇതേപോലെ സത്യകാമൻ അവിടെ ചെന്ന് മഹർഷിയോട് പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? നീ പിഴച്ചു പെറ്റവനാണെന്നോ നീ ശൂദ്രനാണെന്നോ അല്ല പറഞ്ഞത്, നീ സത്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ്, പോയി ചമത കൊണ്ടുവരൂ, നിന്നെ ഞാൻ ഉപനയനം നടത്തി ശിഷ്യനായി സ്വീകരിക്കാൻ പോവുകയാണെന്നാണ്. ഈ ഉപനിഷൽ കഥ കാണിക്കുന്നത് എന്തിനെയാണ്? വർണ്ണം എന്നത് ജാതി അധിഷ്ഠിതമല്ല, ജാതിയല്ല വർണ്ണം. ഇവിടെ ഏത് വർണ്ണത്തിൽ ജനിച്ച് വീണവനും പ്രയത്നിച്ച ഏതൊരു വർണ്ണത്തെയും തന്നിൽ കൊണ്ടുവരാവുന്നതാണ്. ഏവരും ബ്രാഹ്മണനാവുകയാണ് വേണ്ടത്. ഈ ബ്രാഹ്മണന് പ്രാധാന്യം കൽപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ, സത്വഗുണ പ്രധാനിയാണ് ബ്രാഹ്മണൻ. സത്വഗുണം നിറഞ്ഞു നിൽക്കുന്ന, സത്വഗുണം മുന്നിട്ട് നിൽക്കുന്ന മാനസികാവസ്ഥയിലെ ഉപാസന സാധിക്കുള്ളൂ. ഈശ്വരീയ കാര്യങ്ങളിൽ, അധ്യാത്മ വിഷയങ്ങളിൽ താല്പര്യം, ഏകാഗ്രത, ഏകാഗ്രമായുള്ള ഈശ്വര വിചാരമൊക്കെ സത്വഗുണം മുന്നിട്ട് നിൽക്കുന്ന ഗുണഘടനയോടൊത്ത ആൾക്കേ കഴിയുള്ളൂ. രജോ ഗുണം മുന്നിട്ട് നിൽക്കുന്നയാൾക്ക് ധ്യാനം സാധിക്കുമോ? 5 മിനിറ്റ് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. കണ്ണടച്ച് ധ്യാനിക്കുമ്പോഴത്തേക്ക് ഉടനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും, പോവും. തമോ ഗുണം മുന്നിട്ട് നിൽക്കുന്നയാളോ, അയാൾ ധ്യാനിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ പോയി, ഉറങ്ങി അങ്ങ് പോവും. തമോ ഗുണത്തിൻ്റെ സ്വഭാവം ഈ അലസത എന്നുള്ളതാണ്. അപ്പം ധ്യാനം തുടങ്ങിയ സത്യസാക്ഷാത്കാരത്തിനായുള്ള സാധനകൾ സത്വഗുണം മുന്നിട്ട് നിൽക്കുന്ന ഗുണഘടനയോടൊത്ത ആൾക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്രം എന്താ പറയുന്നത്? എല്ലാവരോടും ബ്രാഹ്മണനാകാനാണ് പറയുന്നത്. ഇങ്ങനെ വേണം 4 വർണ്ണങ്ങളെ മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വഭാവത്തെ അറിഞ്ഞ സ്വഭാവത്തിനനുസൃതങ്ങളായ കർമ്മങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യുക. എന്നിട്ട് ആ പരമമായ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരുക. അതിനുവേണ്ടി ആ 4 വർണ്ണങ്ങൾ പറഞ്ഞത്. ഒന്നിനേക്കാൾ ശ്രേഷ്ഠമെന്നോ മോശമെന്നോ നമ്മുടെ ശാസ്ത്രങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഓരോദസ്യർ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഭഗവാന്റെ മുഖമാണ് ബ്രാഹ്മണൻ, കൈകളാണ് ക്ഷത്രിയർ, തുടയാണ് വൈശ്യർ, കാലുകളാണ് ശൂദ്രർ എന്ന് പറയുമ്പോൾ ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ ഇത് 4ഉം വേണ്ടേ? തല മാത്രം മതിയോ? കാലും കൈയും തുടയൊന്നുമില്ലാതെ തല നിൽക്കുമോ? നിൽക്കില്ല. ഈ ശരീരത്തെ നിർത്തുന്നതേ കാല. അപ്പോൾ ഈ 4 സ്വഭാവങ്ങളും കൂടെയാണ് പ്രപഞ്ചത്തെ നിർത്തുന്നത്. 4നും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതൊന്ന് കേമം, ഒന്ന് മോശം എന്ന് പറഞ്ഞുള്ള ഒരു ഇകഴ്ത്തലോ പുകഴ്ത്തലോ അതിൻ്റെ പേരിൽ അസമത്വമോ ഒന്നും നമ്മുടെ ആചാര്യന്മാർക്കില്ലായിരുന്നു. നമ്മളുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊന്നും കാണാനും കഴിയില്ല. അതൊക്കെ ഇടക്കാലത്ത് നമ്മുടെ സംസ്കാരത്തിലേക്ക് വന്ന് കയറിയ പുഴുക്കുത്തുകളാണ്. അതിനെയൊക്കെ നീക്കുവാനുള്ള പരിശ്രമങ്ങൾ നയിച്ചത് നമ്മളുടെ ആചാര്യന്മാർ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, ശുഭാനന്ദ സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, തൈക്കാട്ടയ്യാസ്വാമികൾ ഒക്കെ സന്യാസിവര്യന്മാരാണ്. ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ? സന്യാസിയാണോ? ചട്ടമ്പി സ്വാമികളും സാമൂഹ്യ പരിഷ്കർത്താവല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രഥമ ശിഷ്യനായ അല്ലെങ്കിൽ ശിഷ്യരിലെ പ്രധാനിയായ നിത്യചൈതന്യതി ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് മാത്രം അറിയുന്നത് ഗാന്ധിജിയെ നൂൽനൂൽപ്പുകാരനായിട്ട് അറിയുന്നത് പോലെയാണ് എന്ന്. ഗാന്ധിജിയെ നമ്മൾ നൂൽനൂൽപ്പുകാരനായിട്ടാണോ അറിയുക? അല്ല, ഇടയ്ക്ക് അദ്ദേഹം നൂൽക്കാറുണ്ട്. അതേപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണം. അത് ഇടയ്ക്ക് ചെയ്തൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കുക, എത്ര കൃതികളാണ് രചിച്ചിട്ടുള്ളത്. ആത്മോപദേശ ശതകം പോലുള്ള, ബ്രഹ്മവിദ്യാ പഞ്ചകം പോലുള്ള വേദാന്ത ഗ്രന്ഥങ്ങൾ, പ്രകരണ ഗ്രന്ഥങ്ങൾക്ക് തുല്യം തന്നെയായ ഗ്രന്ഥങ്ങൾ.
സാധാരണക്കാരുടെ തലത്തിൽ നിന്ന് എഴുതിയിട്ടുള്ള എത്രയോ സ്തോത്രങ്ങൾ. അപ്പോൾ നമ്മളുടെ സന്യാസി വര്യൻ തന്നെയാണ്. അവരൊക്കെ ഈ അസമത്വങ്ങളെ, ജാതീയത, ഈ തൊട്ടുകൂടായ്മയൊക്കെ എതിർത്തത് എന്തുകൊണ്ടാണ്? അടിസ്ഥാന ശാസ്ത്രങ്ങൾ ഒരു തരത്തിലുമുള്ള അസമത്വങ്ങളെ അംഗീകരിക്കുന്നില്ല. ജാതി, നീതി, കുല, ഗോത്രദൂരകം ആചാര്യസ്വാമികൾ അങ്ങനെയാണ് പറയുന്നത്. ജാതി, നീതി, ഇതൊക്കെ ഭേദങ്ങളാണ്. ആത്യന്തിക തലത്തിൽ എല്ലാം ഒന്ന്. ഇനി ആശ്രമധർമ്മങ്ങൾ നമുക്കറിയാം. 4 ആശ്രമങ്ങൾ: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അത് വ്യവസ്ഥാനുസൃതമായ ജീവിതത്തിലൂടെയേ പരമമായ ലക്ഷ്യത്തെ പ്രാപിക്കാൻ കഴിയുള്ളൂ. അതിനായി വിധിച്ച വ്യവസ്ഥകൾ. അതിൽ ബ്രഹ്മചര്യത്തിൽ ഉത്തമനായ ഗുരുവിൻ്റെ അരികിൽ നിന്നും വേദപഠനം നടത്തുക. അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഉദ്ദേശം എന്താണ്? സുഖങ്ങളിൽ ആണ്ട് മുങ്ങി ചാവുക എന്നുള്ളതല്ല. അളവില്ലാതെ സുഖങ്ങൾ, ഭോഗസുഖങ്ങൾ അനുഭവിക്കുക എന്നുള്ളതല്ല. പിന്നെയോ 4 പ്രധാനമായുള്ള ഉദ്ദേശങ്ങൾ. 1, സൽസന്താനങ്ങളെ ലോകത്തിന് പ്രദാനം ചെയ്യുക, അതിലൂടെ ധർമ്മത്തെ നിലനിർത്തുക. 2, പഞ്ചയജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് ധർമാചരണം ചെയ്ത് സമൂഹത്തെ നിലനിർത്തുക. 3, തൻ്റെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ നിയന്ത്രിക്കുക. ധാർമ്മികമായി വിഷയങ്ങളെ അനുഭവിപ്പിച്ച് മനസ്സിനെ പിന്തിരിപ്പിക്കുക. അതിനാ ഗൃഹസ്ഥാശ്രമം. ആവോളം അങ്ങ് സുഖം അനുഭവിക്കാനല്ല. ഓരോ സുഖവും ഗൃഹസ്ഥാശ്രമത്തിൽ അനുഭവിക്കേണ്ടത് മനസ്സിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ്. ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ കഴിക്കുമ്പം പറയുക, കഴിച്ചില്ല, ഇപ്പം എത്ര മസാല ദോശ കഴിക്കുന്നു? 100. ഇനി 101ാമത് കഴിച്ചാൽ മതി, ഇതേ സ്വാദാട്ടോ, മതി. മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് അനുഭവിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ ഇത്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയൊരു കാലം വരാനുണ്ട്. ഇതൊന്നും അനുഭവിക്കാൻ ശരീരത്തിന് പറ്റാത്തൊരു കാലം. ആ ഒരു കാലത്ത് ഈ വിഷയങ്ങളിലുള്ള കൊതി അടങ്ങിയിട്ടില്ല എങ്കിൽ നിൻ്റെ ജീവിതം അത്യന്ത ദുസ്സഹമായിരിക്കും. കാണുന്നില്ലേ അങ്ങനെയുള്ള ജീവിതങ്ങൾ? വയസ്സ് 19 ഷുഗറുണ്ട്, പ്രഷറുണ്ട്, സകലതുണ്ട്. അത് കഴിക്കാൻ വയ്യ, ഇത് കഴിക്കാൻ വയ്യ. എന്നാലോ മധുരമില്ലാതെ ചായ വയ്യ, ലഡു ഇല്ലാതെ അത് പറ്റില്ല. എന്തിനും മനസ്സിൽ ഇതൊക്കെ വേണമെന്നുള്ള വല്ലാത്ത കൊതി. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. എത്ര വിഷമായിരിക്കും. അപ്പോൾ അനുഭവിക്കുന്നതൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൃഹസ്ഥാശ്രമത്തിലെല്ലാം അനുഭവിക്കാം ധാർമ്മികമായി. ഇതൊക്കെ ഒരു സമയത്ത് ഉപേക്ഷിക്കേണ്ടതാണ്. ഉപേക്ഷിക്കുവാനുള്ള പ്രയത്നം എന്ന നിലയ്ക്ക്, അതിനുള്ള പരിശ്രമം എന്നുള്ള നിലയ്ക്ക് വിഷയങ്ങളെ അനുഭവിക്കുക. മക്കൾക്ക് പ്രാപ്തിയായി എന്ന് കണ്ടാൽ മൂത്തപുത്രന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്ത് ഇറങ്ങുക വീട്ടിൽ നിന്നും. വാനപ്രസ്ഥം, കാട്ടിലേക്കുള്ള യാത്ര. അപ്പോൾ കാട്ടിലേക്ക് പോകണ്ട. എല്ലാവരുടെയും കാട്ടിൽ പോയ കാട് അപകടം, പോകാൻ കാടുമില്ല. ഉണന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ. വീട്ടിൽ കാട്ടിലിരിക്കുന്ന പോലെ ഇരിക്കുക, സ്വന്തം വീട്ടിൽ അതിഥിയെ പോലെ ഇരിക്കുക. നമ്മൾ വേറൊരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ദോശയാണ്, എനിക്ക് ദോശയൊന്നും വേണ്ട, ഇഡ്ഡലി വേണമെന്ന് പറയുമല്ലേ, അവൻ തരുന്ന എന്തോ കഴിക്കും. ഇതേപോലെ ഒക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അതുവരെ ഇവിടെ കെട്ടിയിട്ടുള്ള വലിയ താക്കോൽ കൂട്ടല്ലേ, അത് മരുമോൾക്ക് അങ്ങ് കൊടുക്കുക. മകന് അക്കൗണ്ടും അതൊക്കെ ഒരക്കൗണ്ട് വെച്ചോളൂ. അതിങ്ങനെ സപ്താഹത്തിന് പോകാൻ വസൂലി മോനോട് ചോദിക്കാതിരിക്കാൻ നല്ലതാണ്. ഒരക്കൗണ്ട് അതവിടെ നിന്നോട്ടെ, ബാക്കിയൊക്കെ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കുക. അവൻ നശിപ്പിക്കില്ലേ? നശിപ്പിക്കാനാണ് അവൻ നശിപ്പിക്കുന്നത്. ഞാൻ സമ്പാദിച്ച് കൊണ്ടുവന്നതൊക്കെ അവൻ നശിപ്പിക്കുകയെന്ന് വെച്ചാൽ ഇയാൾക്ക് എത്ര നേരം ഇത് പിടിച്ച് നിർത്താൻ പറ്റും? നശിപ്പിച്ചാലും അവന്, നന്നാക്കിയാലും അവന്, അങ്ങ് വിട്ടുകൊടുക്കുക. പൂർണ്ണമായി ഇങ്ങോട്ട് പിന്തിരിയുക. പിന്നെ ഇതുപോലുള്ള ഇടങ്ങളിൽ പോയിരിക്കുക. രാവിലെ നേരത്തെ പേപ്പർ നോക്കുക. പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട. ഇന്നത്തെ പരിപാടികളുണ്ടാവും, നോക്കുക എവിടെയൊക്കെയാണ് സപ്താഹം. ഇങ്ങോട്ട് ഇറങ്ങുക. അടുത്ത ആഴ്ച രാവിലെ അങ്ങോട്ട് ഇറങ്ങുക, നേരെ അവിടെ ഇരിക്കുക. വൈകുന്നേരം വരെ സപ്താഹത്തിലിരിക്കുക. വീട്ടുകാർക്കും വലിയ സന്തോഷം, ഇയാളെ കൊണ്ടുള്ള ശല്യമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല കുടുംബത്തിൽ. വൈകുന്നേരം അങ്ങോട്ട് ചെല്ലുക. ഇത്ര സുഖം. അവരവിടുന്ന് ഭരിക്കട്ടെ, നമുക്ക് അല്ലേ. അങ്ങനെ പോകുമ്പം കുറച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ നമ്മൾ അറിയാതെ തന്നെ കുറഞ്ഞ് വന്നോളും. ഒന്നും വേണ്ട, ഇതുപോലുള്ള ഇടങ്ങളിൽ പോയി ഇരുന്നാൽ മതിയെന്ന് പറയാറില്ലേ. പച്ച വിറക് കത്താൻ ഉണങ്ങിയ വിറകിൻ്റെ കൂടെ വെച്ച് കൊടുത്താൽ മതിയെന്ന്. പോയി ഇരുന്നാൽ മതി, അങ്ങ് കത്തിപ്പോയിക്കോളും, നേരെയായിക്കോളും. അവസാനമാകുമ്പോൾ ഒരു പ്രയത്നം കൂടാതെ, ഇനിയിപ്പോൾ കാവ്യമുണ്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും മനസ്സ് കാവ്യമുണ്ട് കൊടുത്തതുപോലെയാവും. ഒന്നും വേണ്ട സന്യാസാവസ്ഥയിൽ. പിന്നെ മരണത്തെ പേടിയല്ല. പിന്നെയോ വരും, വിളിക്കും, ഞാൻ പോകും. ആരാ വരുന്നത്? ആ മുരളീ ഗാനം പൊഴിച്ചുകൊണ്ട് ഭഗവാൻ വരികയാണ്. വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുക. എപ്പോഴാ വിളി? നെഞ്ച് വേദനിക്കും. ഗ്യാസ് ആവരുതേ ഭഗവാനെ, ഇപ്പുറത്തുള്ള വേദനയും ആവണേ. എന്തിനാ? ഭഗവാനിലേക്ക് പോവുകയാണേ. മരണത്തെ കാത്തിരിക്കും ഭഗവാനിലേക്കുള്ള കവാടം എന്ന രീതിയിൽ. ഒന്നിലും ഒരു സംഘം ഇല്ല, ഭഗവാനിൽ മാത്രം. എത്ര സുഖമായിരിക്കും. എന്തായാലും ജനിച്ചു, മരിക്കണം. നമ്മൾ മരിക്കാനായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ.
അപ്പോൾ മരിക്കാൻ ആ ഒരു സമയമാകുമ്പോഴേക്ക് തീർത്തും സന്നദ്ധനാവുക, മനസ്സിൽ ഭഗവാൻ മാത്രം. അതിനു വേണ്ടിയാണ് ആശ്രമ വ്യവസ്ഥ വിധിച്ചിട്ടുള്ളത്. ഇങ്ങനെ വർണ്ണാശ്രമ ധർമ്മങ്ങളെയും അവിടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ഒരു പ്രഭാഷണം അതിലവസാനം പറഞ്ഞു. എന്തു പറഞ്ഞു? അതുതന്നെയാണ് നിങ്ങളോടൊക്കെ എനിക്കും പറയാനുള്ളത്. നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞത്, അങ്ങ് മഹാഭാഗ്യം ചെയ്തയാളാണ്, ഭഗവാൻ അങ്ങയുടെ കൂടെ ഉണ്ട്. ഭഗവാനെ കാണാനായിക്കൊണ്ട് വരുന്ന സജ്ജനങ്ങളെ എപ്പോഴും അങ്ങേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ പരിപാവനമായ സന്നിധിയിൽ ആ മഹാത്മാവിൻ്റെ അദൃശ്യ സാന്നിധ്യത്തിൽ എത്രയോ മഹാത്മാക്കളായ ആചാര്യന്മാരെ കണ്ടുകൊണ്ട് ഭാഗവതം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച ധന്യരായ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ഭക്തരെയും നമസ്കരിക്കുന്നു. ഈ പറഞ്ഞ വാക്കുകൾ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.